എന്താണ് ആത്മീയത? എന്താണ് ആത്മീയ വൃത്തം? എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥ ആത്മീയത മനുഷ്യനെ എവിടേക്കാണ് നയിക്കുന്നത്? ആത്മീയത എന്നത് പുറം ലോകത്ത് കാണിക്കുന്ന ഒരു വേഷമല്ല, വേഷം കെട്ടലുകളുമല്ല, വാക്കുകളുടെ അലങ്കാരമല്ല, ആചാരങ്ങളുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല. ആത്മീയത എന്നത് മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്കിറങ്ങി തൻ്റെ നഫ്സിനെ തിരിച്ചറിയുന്ന, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, സത്യത്തോട് നേർക്കുനേർ നിൽക്കുന്ന ഒരു ദീർഘമായ ആത്മയാത്രയാണ്. ആത്മീയത ദൂരെയല്ല, നമ്മുടെ തന്നെ ശ്വാസത്തിനടിയിലാണ്. ഞാൻ മനസ്സിലാക്കിയ ആത്മീയത മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കിട്ടുന്ന ശക്തിയല്ല, സ്വയം നിയന്ത്രിക്കാൻ ലഭിക്കുന്ന പ്രകാശമാണ്. ഭയം വിതറാനുള്ള അധികാരമല്ല, ഭയത്തെ തന്നെ അകറ്റുന്ന സ്നേഹമാണ്. ആത്മീയ വൃത്തം എന്നത് ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയ ആരാധന കേന്ദ്രമല്ല, ഒരു പേര്, ഒരു ബാനർ, ഒരു പദവി. ഇതൊന്നും ആത്മീയതയുടെ അളവുകോലല്ല. ആത്മീയ വൃത്തം എന്നത് അഹങ്കാരം അലിഞ്ഞു പോകുന്നിടമാണ്, വിധിക്കപ്പെടാതെ വേദന പറയാൻ കഴിയുന്നിടമാണ്, തകർച്ചകളെ പാപമാക്കി മുദ്രകുത്താതെ മനുഷ്യൻ മനുഷ്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇടമാണ്. യഥാർത്ഥ ആത്മീയ വൃത്തത്തിൽ ഗുരു വലുതാകില്ല, സത്യം മാത്രമേ വലുതാകൂ. ശിഷ്യൻ അടിമയാകില്ല, അവൾ കൂടുതൽ ആർദ്രതയുള്ള മനുഷ്യനാകും. ഇവിടെ ദിക്കറുകളും ദുവകളും പ്രാർത്ഥനകളും മജ്ലിസുകളും ഒന്നിച്ചാണ് നടക്കുന്നത്. അതോടൊപ്പം മനുഷ്യരുടെ സൗഖ്യങ്ങളും മനസ്സുകളുടെ ആശ്വാസങ്ങളും ഹൃദയം തുറക്കുന്ന ആത്മാർത്ഥമായ സൗഹൃദങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ യാദൃശികമായ കണ്ടുമുട്ടലുകൾ ഉണ്ടാകും, അനിവാര്യമായ സഹകരണങ്ങൾ ഉണ്ടാകും. സാരമില്ല, ഞാനുണ്ട് എന്ന് ആരുമറിയാതെ പറയുന്ന വാക്കുകൾ ജീവിതം തന്നെ പിടിച്ചു നിർത്തുന്ന നിമിഷങ്ങളാകും. ഇവിടെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന ബോധമാണ്. അതിനാൽ തളരരുത് എന്ന വാക്ക് വെറും ആശ്വാസമല്ല, ഒരു ആത്മീയ ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹമാണ് വലുത് എന്ന് ഇവിടെ ആവർത്തിച്ചു പറയുന്നത് ദൗർബല്യം കൊണ്ടല്ല, ആത്മീയ ശക്തി കൊണ്ടാണ്. മറ്റുള്ളവരോട് ഒരു കരുണയുടെ നോട്ടമെങ്കിലും കൊടുക്കാൻ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നു. അവരെ ചേർത്ത് പിടിക്കണം എന്നത് ഒരു ഉപദേശമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. കാരണം സഹജീവികൾ നമ്മളിൽപ്പെട്ടവരാണ്, അവരുടെ വേദന നമ്മുടെ വേദനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന മുന്നറിയിപ്പ് ഇവിടെ എല്ലാവരോടും മൃദുവായി ഓർമ്മിപ്പിക്കപ്പെടുന്നു. അതിനാൽ എല്ലാവരോടും മൃദുവായി പെരുമാറാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആത്മീയത നമ്മളെ നയിക്കുന്നത്. കഠിനമായ വാക്കുകൾ കുറയുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ തന്നെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ദുഃഖകരമായി ഇന്ന് ആത്മീയതയുടെ പേരിൽ നിരവധി ചൂഷണങ്ങൾ നടക്കുന്നു. ഭയത്തെ ആയുധമാക്കുന്നവർ, സ്വർഗം വാഗ്ദാനം ചെയ്ത് നിയന്ത്രിക്കുന്നവർ, പ്രശ്നങ്ങളെ ഇമാൻ കുറവെന്ന് പറഞ്ഞ് മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നവർ, ഇവർ ആത്മീയതയുടെ മുഖംമൂടി ധരിച്ച അഹങ്കാരത്തിന്റെ കച്ചവടക്കാരാണ്. ഒരു വാക്ക് ഒരാളുടെ ഹൃദയം തകർക്കുന്നുവെങ്കിൽ, അവളെ കൂടുതൽ ഭയത്തിലും കുറ്റബോധത്തിലുമാക്കി തള്ളുന്നുവെങ്കിൽ അത് ഉപദേശമല്ല, അത് പറയുന്നവന്റെ അകത്തെ അഹങ്കാരവും സ്വയം വലുതാകാനുള്ള ആഗ്രഹവും വാക്കുകളാക്കി പുറത്തു വരുന്നതാണ്. യഥാർത്ഥ ആത്മീയത മനസ്സിന്റെ മുറിവുകളെ നിഷേധിക്കില്ല, വിഷാദത്തെയും ഭയത്തെയും ജിന്നോ ശൈത്താനോ എന്ന് വിളിച്ച് തള്ളുകയുമില്ല. ഇവിടെ ആത്മീയ കൗൺസിലിംഗ് എന്നത് മനുഷ്യന്റെ വേദന കേൾക്കുന്ന ഒരു അമാനത്താണ്. വിധിയില്ലാതെ കേൾക്കുക, അവസാനത്തെ ഉത്തരങ്ങൾ കൊടുക്കാതെ അള്ളാഹുവിലേക്കുള്ള വഴി മൃദുവായി കാണിച്ചു കൊടുക്കുക. ദുവയും ദിക്കറും മരുന്നിന്റെ പകരക്കാരല്ല, പക്ഷെ മരുന്നിനൊപ്പം ഹൃദയത്തെ താങ്ങുന്ന ശക്തിയാണ്. ചികിത്സയെടുക്കുന്നതിന് ഇമാൻ കുറയില്ല, പക്ഷേ ശിഫ നൽകുന്നത് അള്ളാഹുവാണ് എന്ന ബോധമാണ് ആത്മീയതയുടെ കേന്ദ്രം. സൂഫികൾ ജീവിച്ചത് മനുഷ്യരെ ഉയർത്താനാണ്, സ്വന്തം പീഠം ഉയർത്താനല്ല. അവർ ഹൃദയങ്ങൾ തുറന്നു വാതിലുകൾ അടച്ചില്ല. ഈ ആത്മീയ ബോധത്തോടെ ഇത്തരം ചികിത്സകളും കൗൺസിലുകളും ഞാൻ എൻ്റെ പാരമ്പര്യത്തോടൊപ്പം ഇത്രയും കാലം ചെയ്തു പോന്നിട്ടുണ്ട്. ഇനിയങ്ങോട്ടും അള്ളാഹുവിൽ തവക്കുൽ വെച്ച് ഇതേ മനോഭാവത്തോടെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നവർക്ക്, ആത്മാർത്ഥതയോടെ സമീപിക്കാൻ തോന്നുന്നവർക്ക് ഭയമില്ലാതെ ലജ്ജയില്ലാതെ എന്നിലേക്കെത്താം. അധികാരത്തിന്റെ ഭാഷയില്ല, ഇവിടെ സ്നേഹത്തിന്റെ ശബ്ദമാണ്. വിധിയല്ല, ഇവിടെ സഹജീവിതത്തിന്റെ കൈത്താങ്ങാണ്. അതിനാൽ ആത്മീയത എന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന യാത്രയാണ്. ആത്മീയ വൃത്തം എന്നത് സത്യം, സ്നേഹം, കരുണ, ഉത്തരവാദിത്വം ഇവ ഒരുമിച്ച് ശ്വസിക്കുന്ന ഇടമാണ്. ഭയമല്ല, ബോധം, അധികാരമല്ല, സൗഹൃദം, ചൂഷണമല്ല, ശുശ്രൂഷ. യഥാർത്ഥ ആത്മീയതയിൽ ഞാൻ മനസ്സിലാക്കിയതിൽ ഇതെല്ലാം പെടുന്നു. സ്നേഹപൂർവ്വം, ഷെരീഫ തങ്ങൾ.